हमसकर चाय. കഴിയുന്നല്ലേ? പഴംപൊരിയുണ്ട്, വടയുണ്ട്, ഉള്ളിവടയുണ്ട്. ചൂടുണ്ടോ? അതെന്ത് വാർത്താനം ചെപ്പാ. അല്ല, നിങ്ങളെ മുമ്പ് ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. നിങ്ങൾ എവിടുന്നാ? ഞാൻ MG ചാനൽ നിന്ന് വരിക. ഈയിടെ തിരോധാനം ചെയ്യപ്പെട്ട ഋതുനന്ദ എന്ന കുട്ടിയുടെ ദുരൂഹതയെക്കുറിച്ചുള്ള ഒരു ഫീച്ചർ തയ്യാറാക്കാൻ വേണ്ടി വന്നു. അതേപറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അല്ല, ഇവിടെ ദാമോട്ടനല്ലേ പേരുന്ന്. എല്ലാ കാര്യവും ദാമോട്ടനറിയാം. हमसका ഒരു സ്പെഷ്യൽ ചായ. ഞാനേ MG ചാനലിൽ വരിക. ഈയിടെ തിരോധാനം ചെയ്യപ്പെട്ട ഋതുനന്ദ എന്ന കുട്ടിയുടെ ഒരു ഫീച്ചർ തയ്യാറാക്കാൻ വേണ്ടി വന്നതാ. ദാമോദരൻ സാറിന് അതേപ്പറ്റി വല്ലതും? തീർച്ചയായും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. ശരി. ഹംസ, ചായ വേണ്ട. അല്ലോ, ചായ പോയോ? പോലീസുകാരും നാട്ടുകാരും രാഷ്ട്രീയക്കാരും ഈ നാട് മുഴുവൻ നെട്ടോട്ടം ഓടിയ ഒരു കാലമുണ്ടായിരുന്നു. Cheers. എടാ അരവിന്ദേ, പണ്ട് നിന്റെ ഒരു കഥയില്ലായിരുന്നു, ഒരു കാമയില്ലായിരുന്നു, അവളുമായിട്ട് ഇപ്പോൾ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടോ? എൻ്റെ പൊന്നെ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. അതൊന്നും മറക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം അടിച്ചുകൂടെ ഇരിക്കുന്നത്. എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാടോ. അല്പം മനസമാനത്തിനാന്ന് കഴിക്കുന്നത്. എന്ന് ജോലിക്ക് വരുമോ അന്ന് തുടങ്ങാൻ നട്ടോട്ടല്ലേ. ഹലോ. അരവിന്ദ് എവിടെയാണ്? യെസ് മാഡം, വീട്ടിലാണ് മാഡം. ഈ ലോക്കൽ പോലീസേ ഹാൻഡ് ഓവർ ചെയ്ത ഒരു മിസ്സിംഗ് കേസ് വന്നിട്ടുണ്ട്. സംതിങ് കോൺഫിഡൻഷ്യൽ. യെസ് മാഡം. അപ്പോ നാളെ ഓഫീസിലേക്ക് വേണ്ട. നിങ്ങള് ജോസ് എവിടെയാണുള്ളത്? ജോസ് എൻ്റെ അടുത്തുണ്ട് സാർ. നാളെ അയാളെയും കൂട്ടി വീട്ടിലേക്ക് വരൂ. ബാക്കി ഡീറ്റെയിൽസ് അപ്പൊ സംസാരിക്കാം. ഓക്കെ. ഞാൻ വീട്ടിൽ തന്നെ കാണും. ഓക്കെ ഓക്കെ. നാളെ അയാളെയും കൂട്ടി വീട്ടിലേക്ക് വരൂ. ശരി. ഓക്കെ ഓക്കെ, ബൈ. ശരി മാഡം. അരവിന്ദേ, ആരാ വിളിച്ചത്? റിസ്വാന മാഡമാണ്. എന്നാൽ എന്തെങ്കിലും ഒരു ഗുലുമാലൊപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? എത്ര വർഷമായി മേഡത്തിന് ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ട്? മാഡത്തിന് ഇതൊന്നും ഇഷ്ടമല്ല നിനക്ക് അറിഞ്ഞൂടെ? എന്നാൽ ഇന്ന് നല്ലൊരു കയ്പ് വെച്ച് അർമാദിക്കും. ഒഴിക്കടാ മേഡം. മോനെ, ഉമ്മച്ചില്ല ഇവിടെ? ഒന്ന് വിളിക്കട്ടോ. വീടൊക്കെ അടിപൊളിയല്ലേ? TV ഓണാണല്ലോ. എത്തിയോ? ഇരിക്കിരിക്ക. എന്താ രണ്ടുപേരും വൈകിയത്? തലവേദനയായിരുന്നു മാം. എനിക്ക് തോന്നി. പോയിരുന്നു പഠിക്കും. ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിപ്പിച്ചത്. ഋതുനന്ദ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കേസ് നമുക്ക് വന്നിട്ടുണ്ട്. CM നേരിട്ട് ഏൽപ്പിച്ചതാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് അതിനെക്കുറിച്ച് ഒരു പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണം.
ഇലക്ഷനൊക്കെ വരികയല്ലേ, അതിന്റെ ഒരു പ്രഷറുണ്ട്. മാഡം നമ്മളെ ഫയലൊക്കെ ചെക്ക് ചെയ്തല്ലേ? ഫയലൊക്കെ ഞാൻ ചെക്ക് ചെയ്തതാണ്. ഓക്കെ മാഡം. നമ്മുടെ ഒരു കുട്ടിയുടെ മൊഴി മാത്രം നമുക്ക് അത്ര ക്ലിയർ അല്ല. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ശരി, ഓക്കെ. ഓക്കെ മാഡം. കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട മാഡം. ശരി, എന്നാ ശരി. ഓക്കെ. ഓക്കെ. ഫൈസലിന്റെ വീടല്ലേ? അതെ. ഞങ്ങൾ ക്രൈംബ്രാഞ്ചിൽ നിന്ന് വരികയാണ്. എന്നാ കയറിയിരിക്കേ. ഈയിടെ കാണാതായ ഋതുനന്ദ എന്ന കുട്ടിയുടെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. മാഡത്തിനാണ് അതിന്റെ ചുമതല. ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ മോളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഒന്ന് വിളിക്കാമോ? ഓ, വിളിക്കാലോ. പർസു, പർസു, നീ എവിടെയാണ്? ഒന്നും കൊണ്ട് വന്നേ. മോള് ഇവിടെ വരൂ. എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ? 7th. ഋതുനന്ദയുടെ ഫ്രണ്ടാണോ? രണ്ടുപേരും ഒന്നിച്ചാണോ സ്കൂളിൽ പോവാറ്? ഒരു സെക്കൻഡ് സാർ. ഓക്കെ. ഫൈസലേ, കുറച്ചു നേരം അകത്ത് പോയിരിക്കോ? മകളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യാനുണ്ട്. കേസിന്റെ ഭാഗമായിട്ടാ. സംസാരിക്കട്ടെ. ഞാൻ പോകാം. ആ ഡോർ അടച്ചേക്കട്ടോ. കണ്ടിന്യൂ. മോള് പറ. രണ്ടുപേരും സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ആരെങ്കിലും ഫോളോ ചെയ്യുന്നതോ ഉപദ്രവിക്കുന്നതായിട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടോ? പറ. ഓക്കേ, ബൈ. ടാറ്റാ. നാളെ നേരത്തെ വരണേടി. നാളെ നേരത്തെ വരണേ. ഇന്നെന്താ എക്സാം? എനിക്കിന്ന് മാത്സിന് എക്സാം. എന്തെങ്കിലും കിട്ടുമോ? ഉണ്ടായി. വാ, നടക്ക്. എങ്ങോട്ടാ പോണേ? പോകല്ല മോളെ. മോളെ, ഇന്ന് വളരെ സുന്ദരിയായിട്ടുണ്ടല്ലോ. മാറി നിക്ക്, ഞങ്ങക്ക് വീട്ടിൽ പോണം. കൊറേ കാലമായില്ലേ നിങ്ങൾ ശല്യം ചെയ്യുന്നേ. കൊറേ കാലമായി ഞാൻ നോട്ടമിട്ടിട്ട്. ഇതാ, ഇതൊന്ന് കഴിച്ചു നോക്ക്. വളരെ രുചിയുള്ളതാ. ഇതാ, കഴിച്ചോ? ഞങ്ങൾക്കിത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാനിത് വീട്ടിൽ പറയും. നീ വാടി, നമുക്ക് പോവാം. വീട്ടിൽ പോയി പറഞ്ഞാൽ കുടുംബത്തോടെ തീർത്ത് കളയാൻ. മനസ്സിലായോ? ഋതുവിനെ കാണാൻ പിന്നെ വേറെ ആരെങ്കിലും വരാറുണ്ടായിരുന്നോ? തോട്ടത്തിൽ പണിയെടുക്കുന്ന ഒരാള് ഞങ്ങളെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. ആരാണ് അയാൾ? എനിക്കറിയില്ല, വാപ്പയ്ക്കറിയാം. ഫൈസലേ, ഒന്നിങ്ങോട്ട് വരൂ. എന്താ സാർ? ഫൈസൽ, ഇവിടെ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആരാണുള്ളത്? ഈ നാട്ടുകാരാണ് കൂടുതലുള്ളത്. ഓക്കെ. അവരൊക്കെ പാവങ്ങളാ. ആണോ? മൻസൂർ അലി എന്ന് പറഞ്ഞ ഒരാള് പുറനാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ജോലി എടുക്കുന്ന ഒരാളുണ്ട്. അവൻ പക്ഷെ അങ്ങനെ ശാലമ്പാ. ഓക്കെ, ശരി. ശരി. അരവിന്ദ്, ഇവരുടെ നമ്പർ വാങ്ങിച്ചോളൂ, ആവശ്യം വരും. നമ്പർ കൊടുക്കേ. നമ്പർ ഒന്ന് മോളെ. 62 35 71 1937. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ വിളിപ്പിക്കും. ഫൈസലേ, ഓക്കെ. എന്നാ എന്താ ഇഷ്യൂ ഉണ്ട് വിളിക്കട്ടോ. ഓക്കെ.
അടുക്കരുത് 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 കുത്തു ഞാൻ പറയടാ സത്യം പറയടാ സത്യം പറ പറയടാ എനിക്കറിയില്ല പറയടാ നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും ഞാൻ ആ കുട്ടിയെ ഫോളോ ചെയ്തിട്ടുണ്ടല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല പറയടാ സത്യം പറയടാ പറയടാ സത്യം പറഞ്ഞോ മേഡം ഇവനെ വെറുതെ വിടരുത് ഇവൻ ഒരുപാട് കേസിൽ പുതിയ സത്യം പറയടാ സത്യം പറഞ്ഞില്ല എന്നെ ചവിട്ടിക്കൊല്ലും സത്യം പറയടാ റാസ്കൽ ആ കുട്ടിയെ നീ എന്ത് ചെയ്തു സത്യം പറയടാ സത്യം പറഞ്ഞോ ഇവനെ വിടരുത് ഇല്ല നിന്നെ ചവിട്ടി ഞാൻ കൊല്ലും റാസ്കൽ സത്യം പറയടാ ഹലോ മാഡം അയാളല്ല എന്നാ പറയുന്നത്. ഷിറ്റ് പിന്നെ ആരാ പിന്നെ ആരാണ് ഇനിയാണ് നിങ്ങൾ അറിയേണ്ടത് അവരെ ഗായത്രി ടീച്ചറെ. മോള് പോയിട്ട് മുറ്റടിക്ക്. ശരി അമ്മേ. മാമന്മാരെവിടെ പോയി? മാമാര് കുളത്തില് കുളിക്കാൻ പോയി, ഇപ്പൊ വരും. ആ ഞാൻ എന്നാ മുറ്റടിച്ച് വാങ്ങിട്ട് വരാം. അല്ല നിങ്ങൾ കയറുന്നില്ലേ? ഓഫീസ് പോകല്ലേ? ഞാൻ പോട്ടോ, എനിക്ക് റോട്ടം പോകാനുണ്ട്. ഞാൻ പോട്ടോ, എനിക്ക് റോട്ടം പോകാനുണ്ട്. ഇപ്പൊ തേങ്ങ ഉണ്ടെന്ന് ഒരു കാര്യമില്ല, മൊത്തം പേടാണ്. മാമ ഇന്ന് എനിക്ക് മീൻ കൊണ്ടുവന്നില്ലേ? മാമന്റെ മോൾ ഇത്ര നേരത്തെ എണീറ്റോ? മാമേ നീ നാളെ കൊണ്ടുവരും കേട്ടോ. മാമന് കുറച്ച് തിരക്കുണ്ട്. ആ പോണം. എന്ത് കളിക്കാ മോളെ, വേഗം പോയിട്. ചെല്ല് മോളെ വാ. വരുന്നു മാമ. അങ്ങനെ വാടാ. ആട്ടാ ഞാൻ കേറുക.
ആ നിങ്ങൾ പോയിട്ട് വേഗം വന്നോ? ആ മൂക്ക് പനി എങ്ങനെയുണ്ട്? കുറവൊന്നുമില്ലടാ. ഓള് കിടക്കന്നെയാ? ആ നമുക്ക് വയ്യടാ. ചേച്ചി മോക്ക് പനി കുറവില്ലേ? ഇല്ലടാ, കുറച്ച് കുറവുണ്ട്, കുറച്ച് മാറ്റമുണ്ട്. ഹോസ്പിറ്റലിൽ പോനാ? വേണ്ടടാ, ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത് മതി. മരുന്ന് കുടിച്ചാ? ഹോസ്പിറ്റലിൽ പോനാ? വേണ്ട വേണ്ട, കുഴപ്പമില്ല. എന്തേലും വിളിച്ചാ മതി. എന്നാ പിന്നെ ഞാൻ അപ്പുറത്താത്തേക്കുണ്ടേ. ആ എന്തെണ്ടെ വിളിച്ചിട്ടോ ചേച്ചി. മോളെ. അമ്മേ, ആ എന്താ മോളെ? എനിക്ക് ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. അമ്മ നല്ലോണം പ്രാർത്ഥിച്ചിക്ക്. ഒന്നുമില്ല മോളെ, മോൾ ഉറങ്ങിക്കോ. കാര്യം പറയാനുണ്ടമ്മേ. എന്താ മോളെ, പറ. എന്താ മോള് പറ. മോളെ, 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 ഹരി! മോളെ, മോളെ, ഹരി! ഹരി! മോളെ, ഹരി! മോളെ, മോളെ, ഹരി! മോളെ, പിന്നീട് എന്ത് സംഭവിച്ചു? അവക്കെന്താണ് പറ്റിയേ? അതറിയണമെങ്കിൽ യദുവിനെ അറിയണം. പാവമായിരുന്നു, നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ഇതുവരെ മാറ്റിയില്ലേ? അമ്പലത്തിൽ പോണ്ടേ? വീണ്ടും ബാങ്ക് കവർച്ച. ഇങ്ങനെ ആയ ഇപ്പൊ എന്താ ചെയ്യാ? മോളെ യമുനെ, ഓ ആ കട്ടൻ ചായ എടുത്തോ. അമ്പലത്തിൽ പോകാൻ സമയമില്ലേ മോളെ? ഞങ്ങൾ ഇറങ്ങാൻ നോക്കുക. ആ മൊരടം കിടന്ന് ഉറങ്ങായിരിക്കും അല്ലേ? ഉറങ്ങി എണീറ്റുണ്ടാവൂല അല്ലേ? എന്ത് ചെയ്യാ? മാമനെ വിളിക്ക്. എഴുന്നേക്ക് മാമ, മാമ എഴുന്നേക്ക്, എഴുന്നേക്ക് മാമ, എഴുന്നേക്ക്. അമ്പലത്തിൽ പോണ്ടേ, എഴുന്നേക്ക്. മാമ ഐശ്വര്യ വരുന്നുണ്ട്. എനിക്കറിയാം എണീക്കുന്നു. നിന്റെ ഇടക്കിടക്കുള്ള അമ്പലത്തിൽ വരുത്ത എന്തിനാണെന്ന് എനിക്ക് അറിയാടാ. ഗൾഫിൽ നിന്ന് വന്നോ? 2-3 മാസം കഴിഞ്ഞിട്ടേ വരൂ. മുത്തപ്പനെയും ഭഗവതിയും പ്രാർത്ഥിച്ചാൽ നല്ല ഐശ്വര്യം ഉണ്ടാവും.
ചേച്ചി ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായിരുന്നു മോളെ? എൻ്റെ മാമന് ചേച്ചിയെ ഭയങ്കര ഇഷ്ടാ. മോളെ മാമനോ? ആ ഞാൻ പോട്ടെ. ഋതു വേഗം വാ. വേഗം ചെല്ലു മോളെ. എങ്ങോട്ടാ? നീയോ ഒന്നിനും കൊള്ളുകയില്ല. ഇനി ഇവളെയും കൂടി അങ്ങനെ ആക്കണ്ട. എടാ, നിന്റെ പ്രായത്തിലുള്ള ജോലിക്ക് പോയി 10 പൈസ ഉണ്ടാക്കി തുടങ്ങി. ഇവനോ ഈ വീടിന് 5 പൈസന്റെ ഗുണം പോലും ഇല്ല. തിന്നു മുടിക്കാനുള്ള ജന്മം തന്നെ. ഇവന്റെ തലവട്ടം കണ്ടപ്പോളാ അവള് പോയത്. നേരം വെളുത്ത പെണ്ണിനെയും കൂട്ടി അങ്ങ് തെണ്ടാനിറങ്ങും. നാണമില്ലാത്തവൻ. പോയിട്ട് അമ്മാച്ചൻ വലിയ കലിപ്പിലുള്ളത്, നമുക്ക് ഇവിടുന്ന് വേഗം വിടാം. പോകുന്നത് കണ്ടില്ലേ ആ സത്ത്? എന്താ ചെയ്യാ? എന്തിനാച്ച എപ്പോഴും അവനെങ്ങനെ വഴക്ക് പറയുന്നേ? അവൻ എത്ര മാത്രം വേദനിച്ചിട്ടുണ്ടാവും. നല്ല കാര്യായി. ഇവനോ ഒന്നും ചെയ്യുന്നില്ല. അന്ന് എന്റെ കൂടെ തോട്ടത്തിൽ വന്ന് സഹായിക്കുക, അതുമില്ല. ആ പോട്ടെ. സുധീർ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. ആ, അവനെപ്പാ വരുന്നത്? അവര് 3 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാ പറഞ്ഞു. എന്നാ ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ. ആ പിന്നെ വാതിലടച്ചോ, ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പോയി വരും. ഞാൻ പറഞ്ഞ ആളാണ് ആ വരുന്നത്. ഏട്ടാ ഇവിടുന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. ഒന്നും അറിയാത്ത പോലെ നടന്നു വരുന്നുണ്ട്. ശരിയായി കൊടുക്കുക. ഇവനാണോ നീ പറഞ്ഞ ആള്? എടാ, ഇനി മേലാല് ഇവിടെ പുറകെ നടക്കരുത്, കേട്ടടാ? നിന്നെ പോലെയുള്ള ഒരാളെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ സ്വയം എന്റെ ബേക്കിൽ നടന്ന് കോമാളിയാകല്ലേ. നീ ഇവളെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ല്. എന്തെങ്കിലും പറ്റിയോ മാമ? മാമ എന്താ ഇയാളെ തിരിച്ചടിക്കാഞ്ഞേ? മോള് താരോടും പറഞ്ഞിട്ടോ? ഇല്ല മാമ, ഞാൻ ആരോടും പറയില്ല. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ഇപ്പം വരാം. എവിടെ പോവാ? ഞാനൊന്ന് മൂത്ത് വെച്ചിട്ട് വരാം. വേഗം വരണേ. ആ ഋതു 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 മോളെ നീ കളിപ്പിക്കില്ലേ? ഋതു എവിടെ പോയി? ഈശ്വരാ, കാണുന്നില്ലല്ലോ അവളെ. ഋതു 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 ചേച്ചി ചേച്ചി എന്താടാ എന്താടാ എന്താ? ഋതു എവിടെ? ഋതു വന്നിരുന്നു ഇങ്ങോട്ട്. അവളെവിടെ? അവളവിടെ ഉണ്ടോ? എടാ പറയടാ, എന്റെ മോളെവിടെ? എന്റെ മോളെവിടെടാ? യദു പോവല്ലടാ, എന്റെ മോളെവിടെടാ? ഒന്ന് പറയടാ യദു, യദു. സമാധാനിക്കും. എന്റെ മോള് ഓളിങ് പോയി. എന്റെ മോള്. ജനാർദ്ദന, എന്തിനാ ബേജാറാന്ന്? ഓ കുട്ടീനെ കൊണ്ടുവരും.
ഇതൊന്ന് സമാധാനപ്പെട്. ഓൻകുട്ടിനെ കൊണ്ടും പോരും. നിങ്ങളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എവിടെയാടാ എവിടെയാടാ എന്റെ മോള്? എവിടെയാടാ ഉള്ളത്? അറിയില്ല അച്ഛാ, അറിയില്ല, എവിടെയാടാ? എനിക്ക് അറിയില്ല അച്ഛാ, അറിയില്ല. അടിക്കലച്ചാ, എവിടെയാണ് എന്റെ മോള്? പറ. എനിക്കറിയില്ല, എനിക്കറിയില്ല അച്ഛാ, ഒന്നും അറിയില്ല. എപ്പോഴും നിന്റെ കൂടെയല്ലേടാ അവള്. ഒരു കാലത്ത് ഗുണം പിടിക്കലടാ. നിനക്ക് എങ്ങനെ തോന്നിയടാ കൊണ്ടുപോയി കളയാന്? നിന്നെ എനിക്ക് കാണണ്ട, നിന്നെ എനിക്ക് കാണണ്ട, നിന്നെ കാണണ്ട. ഗുണം പിടിക്കാത്ത അസത്ത്. എന്റെ മോളില്ലാതെ നീ വീട്ടിൽ കയറി പോകരുത്. എന്റെ മോള് പോടാ. എന്റെ മോള്. ഹേമന്തം പൊഴിയുമി ഏകാന്തരാവിൽ ഏകാകിനി നിന്നെ തിരയുന്നു ഞാൻ. ഹേമന്തം പൊഴിയുമി ഏകാന്തരാവിൽ ഏകാകിനി നിന്നെ തിരയുന്നു ഞാൻ. ഒരു വർണ്ണ ചിത്രം വരച്ചു ഞാൻ എൻ്റെ മൺകൂരയിൽ ചാർത്തി വെച്ചു. ഹേമന്തം പൊഴിയുമി ഏകാന്തരാവിൽ ഏകാകിനി നിന്നെ തിരയുന്നു ഞാൻ. നിലാവിൻ്റെ നീലിമയിൽ രാക്കിളി മധുരമായി പാട്ടുപാടി. രാവിൻ നിലാവിൻ്റെ നീലിമയിൽ രാക്കിളി മധുരമായി പാട്ടുപാടി. ഇലഞ്ഞികൾ പൂക്കുമി ഇടവഴിയിൽ കഥകൾ പറഞ്ഞു നടന്ന കാലം എന്നുമെന്നോർമ്മയിൽ പൂവണിഞ്ഞു. എന്നാത്മസഖിനി പോയി മറഞ്ഞു. ഹേമന്തം പൊഴിയുമി ഏകാന്തരാവിൽ ഏകാകിനി നിന്നെ തിരയുന്നു ഞാൻ. ഒരു വർണ്ണ ചിത്രം വരച്ചു ഞാൻ എൻ്റെ മൺകൂരയിൽ ചാർത്തി വെച്ചു. ഹേമന്തം പൊഴിയുമി ഏകാന്തരാവിൽ ഏകാകിനി നിന്നെ തിരയുന്നു ഞാൻ. ഞാൻ SMED-യിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് KMR സ്പോർട്സ് അക്കാഡമിയിലാണ്. ചെമ്പകശ്ശേരിയിൽ ഋതുനന്ദ എന്ന 13-കാരിയെ കാണാതായിട്ട് ഇന്നേക്ക് 1 മാസം പിന്നിട്ടിരിക്കുകയാണ്. അപ്പൊ നാട്ടുകാർ ഒരു പൗരസമിതി രൂപീകരിച്ചിരിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് സുമേഷ് എന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഹലോ സുമേഷ് ഏട്ടാ, എൻ്റെ പേര് സ്നേഹ. ഞാൻ SMED-യിൽ നിന്നാണ് വരുന്നത്. ഋതുനന്ദയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് സുമേഷ് ഏട്ടാ പറയാനുള്ളത്? ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഋതുനന്ദയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. നല്ല രീതിയിൽ അന്വേഷണവും നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഋതുനന്ദയുടെ ഈ മിസ്സിങ് അവരുടെ അച്ഛനും അമ്മയ്ക്ക് മാത്രമല്ല ഈ നാടിന് തന്നെ ഒരു തീരാ ദുഃഖമാണ്.
രുദുനന്ദയുടെ അച്ഛനാവട്ടെ വരാനിരിക്കെ അവിടുന്ന് ഒരു അപകടം പറ്റിയ ഹോസ്പിറ്റലാണ്. നോക്കിയേ, അവരുടെ അവസ്ഥ നോക്കിയേ നിങ്ങൾ, വളരെ പരിതാപകരമാണ്. രുദുനന്ദയുടെ സുഹൃത്തുക്കളായ കുറേ കുട്ടികൾ നമ്മുടെ ഈ സമരത്തിന് പങ്കുചേരാനായിട്ട് വരുന്നുണ്ട്. അവരുടെ അമ്മമാരും വരുന്നുണ്ട്. കാരണം ഈ നാട് ആ കുടുംബത്തിന് വേണ്ടി ഈ രുദുനന്ദയുടെ മിസ്സിംഗ് അന്വേഷിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഇത് അവരിത് എങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്. ഹലോ. ആ അതെയോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി ശരി ശരി. ഓക്കെ 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 ഓക്കെ. നമ്മുടെ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സമരം ഏകദേശം വിജയത്തിൻ്റെ പാതയിൽ എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് തൽക്കാലം നിർത്തിവെക്കാനാണ് തീരുമാനം. സന്തോഷ വാർത്തയുണ്ട്. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ദിസ് ഇസ് മീ സ്നേഹ സൈനിങ് ഓഫ് ഫ്രം SM മീഡിയ. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ നാട്ടുകാർ നിങ്ങളുടെ കൂടെയുണ്ട്. ഋതുനന്ദയുടെ അച്ഛനെ എത്രയും പെട്ടെന്ന് ഗൾഫിൽ നിന്നും എത്തിക്കണം. ഇനി അതാണ് നോക്കേണ്ടത്. മകളെ അവർ എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കോളും. എടാ, അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൊടുത്തില്ലേ? ഇനി ഋതുമോൾ എവിടെ ഉണ്ടെങ്കിലും അവർ കണ്ടെത്തുമായിരിക്കൂ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കേ. ഞാനിപ്പോൾ എന്താടാ ചെയ്യുക? നാട്ടുകാരും വീട്ടുകാരും എന്നെ വെറുത്തു. നീ കണ്ടതല്ലേ, എൻ്റെ അച്ഛൻ വരെ എന്നെ പുറത്താക്കി. തളരാതിരിക്കേ. എന്നാലും അവൾ അവിടെ പോയി. പോലീസുകാർക്കും അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. ഹലോ. ഹലോ മാമ, ഞാൻ ഋതുവാ. മോളെ ഋതു, മോളെ നീ എവിടെയുള്ളത്? എന്നെ ഒരു മുറിയിൽ പൂട്ടിയിരിക്കുക മാമ. ഇവരെന്നെ കൊല്ലും. എനിക്ക് പേടിയാവുന്നു. അമാവാസി നാളെ സൂര്യോദയത്തിന് മുന്നേ ഇവരിപ്പോ എന്നെ കൊല്ലുമെന്നാണ് പറയുന്നത് മാമ. എനിക്ക് പേടിയാവുന്നു മാമ. മോളെ നീ പേടിക്കണം മോളെ, നിനക്കൊന്നും പറ്റില്ല മോളെ, ഞാൻ കൂടെ ഉണ്ട്. എന്നെ രക്ഷിക്കും മാമ. മോളെ നീ എവിടെയുള്ളത്? എടാ ഋതു ആടാ അത്. ഞാൻ ഹലോ ഹലോ മോളെ. ഹലോ ഹലോ മോളെ. ഹലോ മോളെ. എന്താടാ? ആരാടാ ഫോൺ വിളിച്ചത്? ആര്? ഋതുവോ? അവൾ എവിടെയുള്ളത്? അവള് അപകടത്തിലാണ് ഉള്ളത്. എന്നാ നമുക്ക് അവളെ രക്ഷിക്കണ്ടടാ. പിന്നെ വേണ്ടേ? നമുക്ക് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമം നടത്താം. അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും പറയാം. ആരോടാ പറയാ? എന്തായാലും അവളെ രക്ഷിച്ചേ പറ്റൂ. യദു. ആ മോനെ, ഞാൻ ഒരു തീർത്ഥയാത്രയ്ക്ക് പോകാൻ പോവുകയാണ്. പോകുന്ന വഴി കണ്ടിട്ട് പോകാമെന്ന് കരുതി. രാമേട്ടാ. എന്താ മോനെ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഋതുമോളെ കൊണ്ടുപോയത് മറ്റാരുമല്ല, ഈ നാട്ടിൽ തന്നെയുള്ള ആരാണെന്ന് എനിക്ക് സംശയം. നമുക്ക് എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തണം. നമ്മളെ നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് പോലീസിൽ അറിയിക്കണം. വേണ്ട, പോലീസിൽ അറിയിക്കണ്ട. അവളുടെ ജീവൻ അപകടത്തിലാണ്. ഇവൻ തന്നെ പോയി അവളെ കൊണ്ടുവരണം. നിന്നെ വേണ്ടാത്ത നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ നിനക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ കാണിച്ചു കൊടുക്കണം.
പ്രതിസന്ധികൾ വരുമ്പോഴാണ് ഏത് ദുർബലനും ശക്തനാവുന്നത്, നിശബ്ദനായ രക്ഷകനാകുന്നത്. നിനക്കവളെ രക്ഷിക്കാൻ കഴിയും, നിനക്കേ അതിന് കഴിയും. എടാ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോയാലോ? നമുക്കിന്ന് വൈകിട്ട് തന്നെ പോകണം. ആരും അറിയണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം. ദൈവം ഒരു വഴി കാണിച്ചത് നമുക്ക്. ശരിടാ, നമുക്ക് കാണാം. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. അത് നോക്ക്. എടി ഇത് നോക്ക്, എന്തോ ഒരു രൂപത്തിനെ പോലെ ഉണ്ടല്ലോ. മോളെ എങ്ങനത്തെ ഒന്ന് എടുക്കരുത് കേട്ടോ. വാ പോരി പോരി, വാ വാ വാ. ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വരാൻ. എന്നൊന്നും ചെയ്യില്ല. വാടി ഇവിടെ. ബലി നൽകാൻ വേണ്ടി കൊണ്ടുവന്ന പെണ്ണായത്. യുദ്ധൻ സ്വാമി അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ വെച്ചേക്കില്ല. വാടാ വാ. എന്നൊന്നും ചെയ്യില്ല അമ്മേ. പാറമടയിലേക്ക് എടുക്കൂ, അവിടെയാണ് ഗുരുതി.
നീ എവിടെ വരെ ഓടുകയാണ്? നീ എന്നടാ അവിടെ കൊല്ലാൻ വേണ്ടി വന്നത്? നിന്നെ പോലെ ക്രിമിനൽ സൗണ്ട് വരും. ഇനി ഇവിടെ ജീവിക്കാൻ പാടില്ല. ഇവർക്ക് നീ ഒരു പാഠമായിരിക്കണം. അതെ, യദു തന്നെ. നിങ്ങൾക്ക് എന്നെ അറിയാല്ലേ? നിങ്ങളാണ് ഇതിന് പിന്നിൽ അല്ലേ? നോക്കിക്കോ, നിങ്ങൾ പുന്നാരാങ്ങളമാരുടെ ശവശരീരം ഇവിടെ വീഴും. ദാ ഇതുപോലെ. സത്യം പറഞ്ഞേ തീരൂ. എന്തിനു വേണ്ടി നിങ്ങൾ അത് ചെയ്തു? പറയാം, ഞാനെല്ലാം പറയാം. എന്റെ മകള് മരിച്ച ദിവസം അവൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അതറിയാതെ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. എനിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയായി. അങ്ങനെ ഒരു ദിവസം എൻ്റെ അനുജന്മാര് ചേച്ചി ഇങ്ങനെ കരയാതെ. എല്ലാം സഹിച്ചേ പറ്റൂ ചേച്ചി. എല്ലാം നമ്മുടെ വിധിയാണെന്ന് കരുതുക. എനിക്ക് എങ്ങനെ മറക്കാൻ പറ്റൂ എൻ്റെ മോളെ? അവൾക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. എനിക്കത് അറിഞ്ഞേ പറ്റൂ. എനിക്ക് അവളോട് സംസാരിക്കണം. നിങ്ങൾ മന്ത്രമോ തന്ത്രമോ എന്ത് നടത്തിയാലും ഏതുമില്ല. എനിക്ക് അവളോട് സംസാരിക്കണം. എല്ലാത്തിനും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. നമുക്ക് നല്ലൊരു വഴി തെളിയായിരിക്കും. ചേച്ചി വിഷമിക്കാതിരിക്കും. ആളുണ്ടെന്നാ തോന്നുന്നേ. ഇവിടെ ആരുമില്ലേ? ആരാ? ഹരിശങ്കറിന്റെ വീടല്ലേ? അതെ അതെ അതെ, കേട്ടിരിക്കൂ. ഹരി, എന്താ സ്വാമി? ഹായ് ചേട്ടാ, ഞാൻ പറഞ്ഞ സ്വാമി ഇതാണ്. പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രുദ്രൻ സ്വാമി. ഓ, സന്തോഷം സന്തോഷം. ഇത് കുറെ പഴക്കം ചേർന്ന വീടാണല്ലോ. അതെ അതെ, ഏകദേശം 150 വർഷത്തോളം പഴക്കമുണ്ട്. മുത്തശ്ശന്മാരുടെ കാലത്തുള്ളതാ. ശരിയാ. നമുക്ക് കുട്ടി കിടക്കുന്ന ആ റൂം ഒന്ന് കാണണം. ഒന്ന് കാണിച്ചു വരൂ. നിങ്ങളെ പേരെന്തായിരുന്നു? ഭദ്രൻ. സ്ഥലം എവിടെയായിരുന്നു? പാലക്കാട്. പാലക്കാട്. നിങ്ങൾ എവിടെയായിരുന്നു? എന്റെ വീട് പാലക്കാട്. രണ്ടുപേരും അടുത്ത് തന്നെയാണ് അല്ലേ? ആ, അടുത്തടുത്ത് തന്നെയാ. പാലക്കാട് നമ്മളെ ആ കൃഷ്ണൻ പണിക്കർക്ക് അറിയില്ലേ? നമ്മുടെ ആ കൊല്ലംകോടുള്ള. അറിയാം. ആ, അറിയാല്ലേ? ഇവിടുത്തെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ അറിയാലോ. ഓ, ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാണല്ലോ നമ്മുടെ രുദ്രസ്വാമി.
വേണ്ട പോലെ ചെയ്തോളും. പറഞ്ഞല്ലോ, സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്തു തരിക. നിങ്ങൾ എല്ലാ സഹായവും പ്രതീക്ഷിക്കുന്നു. എല്ലാം ശരിയാവും. നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ ബലിയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ സുഖമായിട്ട് ജീവിക്കാം. പറഞ്ഞല്ലോ, സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ വീട്ടിൽ കുട്ടിയുടെ ആത്മാവിന്റെ സാന്നിധ്യം നാം കാണുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വ്യക്തമായി നിങ്ങൾ കേൾക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, കുട്ടിയുടെ ആത്മാവിനോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ വ്യക്തമായി ഞാൻ പറയുന്നത് കേൾക്കുക. അതായത് വരുന്ന അമാവാസി നാളിൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച കന്യകയായ പെൺകുട്ടിയെ ബലി കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ മകളുമായി സംസാരിക്കാം. ഒരാൾ പോലും അറിയരുത്. വളരെ രഹസ്യമായി ചെയ്യേണ്ട കാര്യമാണ്. ഈ പൂജ മുടക്കരുത്. അത് ഈ വീട്ടിൽ തന്നെ നമുക്ക് ഈ പൂജ നടത്തണം. നിങ്ങൾ കുട്ടിയെ റെഡിയാക്കൂ, ഞങ്ങൾ വരാം. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം. എന്നാ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. ടീച്ചറെ പാല് ഇതാ വരുന്നു മോളെ. മോൾക്ക് ഇന്ന് സ്കൂളിൽ പോകാനില്ലേ? പോകാനുണ്ട്. അച്ഛൻ പണിക്ക് പോയിക്കോ? പോയി. ടീച്ചറെ പോട്ടെ. നിക്ക് മോളെ. എന്താ മോളെ നാളെന്താ? ക്രിക്കറ്റാ. ക്രിക്കറ്റല്ലേ? മകളോട് സംസാരിക്കാൻ വേണ്ടി ഇവരെല്ലാം ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ അറിയാതെ ചെയ്തു പോയതാ. കാല് പിടിക്കാൻ ഞാൻ. എനിക്ക് നിങ്ങളുടെ മാപ്പ് വേണ്ട. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ടീച്ചറല്ലേ, അക്ഷരം പകർന്നു കൊടുക്കുന്ന ടീച്ചർ. ഒരു ജീവന് പകരം മറ്റൊരു ജീവൻ എടുക്കാൻ ശ്രമിച്ച നിങ്ങളൊരു സ്ത്രീയാണോ, ഒരു അമ്മയാണോ? നിങ്ങൾ ഇതിന് അനുഭവിക്കൂ. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല. നിങ്ങളുടെ സഹോദരന്മാരെ പോലും ഞാൻ വെറുതെ വിട്ടാലും ഈ സമൂഹം നിങ്ങളെ വെറുതെ വിടില്ല. അവർ നിങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലിയെ പോലെ. മാമാ മരിച്ചു.
മാഡം കമോൺ. ഹലോ ഹലോ ഹേയ് മാഡം, ഹലോ എഴുന്നേക്കൂ മാഡം. ഹേയ് മാഡം. കൂൾ 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 കൂൾ. ഇല്ല ഇല്ല, കൂൾ. ഹെവി സാധനമാണല്ലോ. മാഡം എന്ത് ചെയ്യും? മാഡം മാഡം എന്ത് ചെയ്യും? ടീമിനെ വേറെ ഇവിടെ എത്ര ഡെഡ് ബോഡി കോൾ ദ ആംബുലൻസ്. 5-6 ബോഡി ഉണ്ടെന്നാ തോന്നുന്നത്. ഹലോ നമുക്കൊരു വരവും കൂടെ വരേണ്ടി വരും. തീർച്ചയായും. മോളെ മോളെ ഋതു. മോളെ എന്റെ പൊന്നു മോളെ എവിടെയായിരുന്നടി നീ? മോളെ എവിടെയായിരുന്നു മോളെ? എന്റെ മോളെ പൊന്നു മോളെ മോളെ എവിടെയായിരുന്നു യദു എവിടെ? മാമൻ ഇനി വരില്ല. യദു ഇവിടെ? യദുവാണ് ഇവളെ രക്ഷപ്പെടുത്തിയത്. നിങ്ങൾ അവനെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അച്ഛനെ അവന് ജീവനായിരുന്നു. അവനെ ഓർത്ത് നിങ്ങൾ ഖേദിക്കും. അവനിനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല. മോനെ മോനെ യദു യദു മോനെ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ മോനെ. മോനെ യദു, എനിക്ക് മാപ്പ് താടാ. പിന്നീട് എന്ത് സംഭവിച്ചു? അന്ന് അവൻ ഇവിടെ നിന്നും പോയതാണ്. പിന്നീട് ഒരിക്കലും അവൻ തിരിച്ചു വന്നിട്ടില്ല. നാട്ടുകാരും കുടുംബവും അവൻ്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുകയാണ്. ആഹാ, നല്ലൊരു സിനിമ കണ്ട ഫീലിങ്സ്. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലും ഈ കഥ കേൾക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കിനിയും കാണാം. ആ വരട്ടെ. ശരി. ആ അപ്പോൾ രുദ്രനെ കൊന്നത് യദുനന്ദൻ തന്നെ.